നമ്മൾ വീണ്ടും അങ്ങ് ഹോളിവുഡിൽ നിന്ന് നമ്മളൊരു പടമായിട്ട് വന്നിരിക്കുകയാണ്, ഒരു പടത്തിൻ്റെ ട്രെയിലറായിട്ട് വന്നിരിക്കുകയാണ്. മൈക്കിൾ ജാക്സന്റെ ബയോപിക് ആയിട്ടുള്ള മൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ. ഇത് ആക്ച്വലി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് കുറച്ചധികം വീഡിയോയുടെ താഴെ വന്ന് പുള്ളി ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കാര്യം നമുക്ക് 100 വ്യൂസേ കിട്ടാറുള്ളൂ സാധാരണ ഇത് ചെയ്യുമ്പം. എല്ലാത്തിനും 100-200 ഒക്കെ വ്യൂസ് ആയതുകൊണ്ട് കൂടുതലേക്ക് പോകും. 125 കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈക്കിളിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടേക്കാം. ഇത് ഐമാക്സ് ട്രെയിലറാണ് കേട്ടോ. മൈക്കിളുടെ കസിൻ എന്തോ അല്ലേ? ആ അതെ അതെ. Let me tell you something. In this life, y'all a winner or you're a loser. Y'all want to work in a steel mill like me for the rest of your days? No, sir. Yeah, because I sure as hell don't. Y'all willing to fight for it? Yes, sir. I need to hear you a little louder. Y'all willing to fight for it? Yes, sir. Y'all want to fight for it? Michael. ബോഹീമിയൻ റാപ്സഡിയിലൊക്കെ You want to be based on what? ക്വീൻ Win. ആന്റണി ഫുക്കയാണ് ചെയ്തേക്കുന്നത്. Because the Jackson family is brand. That's a code. And we need to start selling. So, I'm planning an international tour. This is just the beginning. I need to think. I told you what to think. I love my family. I just want to do my own thing. Just have all these ideas in my head. Just gotta get them out. Then do it, Michael. Not a boy anymore. Michael, I know you were different the moment you were born. You have a very special life. I believe music could change the world. Spread love, joy, and peace. That is what I want the world to feel. Magic. ഒബ്രയുടെ അടിക്കായിരിക്കും പാട്ട്. അതെ. ഏത് ടൈം പീരീഡ് വരെയാന്ന് ക്ലിയർ അല്ല. ഇത് വളരെ ഏർലി. ലിസ്റ്റ് എന്തോ കാണിക്കുന്നുണ്ടോ? ഇത് ലേറ്റ് ഇതുവരെ മറ്റേ ആ സ്കിൻ ടോണൊക്കെ മാറുന്നവരെയുള്ള ഒരു പരിപാടി. അങ്ങനെ ഞാനൊരു കാലത്ത് കൊടൂര മൈക്കിൾ ഫാൻ ആയിരുന്നു. ഗുഡ് ഡാൻസറാണ്, ഭയങ്കര ഡാൻസറാന്ന് പറയും. അപ്പോൾ പുള്ളി ഡാൻസ് ഒക്കെ ചെയ്യണം. പുള്ളി ഡാൻസ് കളിക്കും, പാട്ടൊക്കെ പാടും. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഭയങ്കര ഫാനായിരുന്നു. പേഴ്സണലി എനിക്ക് ഈ ബയോപിക്കുകൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനമാണ്. പക്ഷേ ഞാൻ കാണും, ലൈക്ക് ഈ പറഞ്ഞ പോലെ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഇത് കാണാം എന്നുള്ള ലൈനിൽ ബയോപിക് എനിക്ക് എപ്പോഴും കുറച്ച് എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ജോണർ ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കൂടുതൽ ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്ക് മൈക്കിളുടെ സംഭവം പിന്നെ ലുക്ക് വൈസിനൊക്കെ കൂടുതൽ പുള്ളിയുടെ ആ ഒരു ഫേസിൽ കാണും. ഇതിലിപ്പോൾ പുള്ളിയുടെ മറ്റേ പാട്ടുകളുടെ ഒക്കെ ചിലപ്പം ഈ ഒരു വേർഷൻ ഉണ്ടാവും അല്ലേ ചിലപ്പോൾ ഇതിനകത്ത്. ചില പുള്ളി അണ്ടർലിസ്റ്റ് കുറേ പാട്ടുകളുണ്ട് മൈക്കിളിൽ. അത് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുമായിരിക്കും. കാരണം അത് യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഓഡിയോ ആയിട്ടൊക്കെ ചിലതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഇതിലിപ്പോൾ ചില വീഡിയോസിൻ്റെ ആ ട്രെയിലറിനകത്തൊരു വീഡിയോ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിനകത്ത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ലൈക്ക് ഈ ക്യാരക്ടർ അഭിനയിക്കുന്ന പുള്ളിയുടെ പേരെന്താണെന്നറിയോ ഇത് ചെയ്യുന്നത്? ഇല്ല. കസിനാണോ കസിൻ്റെ മക്കൾ വല്ലതാണോ? അതോ കസിൻ ഡയറക്റ്റ് കസിൻ ഇല്ല. ഞാൻ എന്തോ റിലേറ്റീവ് ആണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പ്രോജക്റ്റ് കാരണം കുറച്ച് അടുപ്പിച്ച് ഇങ്ങനെ മ്യൂസീഷ്യൻസിന്റെ എൽവിസിന്റെ ഇറങ്ങി ഈ ബോഹീമിയൻ റാപ്സഡിയുടെ ഇതാണ് ചെയ്തേക്കുന്നത്. അതെ, അപ്പൊ കുറച്ചധികം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഇറങ്ങി. ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എല്ലാത്തിനും ഒരു മിക്സ്ഡ് റിവ്യൂ ആണ്. അങ്ങനെ ഇത് കൂടുതലും ഇപ്പൊ ഇങ്ങനെ ഈ ബയോപിക് കാണാൻ ആഗ്രഹമുള്ള അവർ അങ്ങനെയുള്ള ഓഡിയൻസ് ആയിരിക്കില്ല മെജോറിറ്റി ഇതിന് ഓടി ചെല്ലുന്നത്. ഇത് മൈക്കിളുടെ പോസിറ്റീവ് സൈഡ് ഓഫ് മൈക്കിള് പടമാണെന്ന് തോന്നുന്നു. സക്സസ് സ്റ്റോറി. അത് തന്നെ, ഇത് പുള്ളിയുടെ മറ്റേ ഒറിജിൻ സ്റ്റോറി പോലെ ആയിരിക്കും. അതായത് ചെറുപ്പം മുതൽ ഈ മൈക്കിൾ ജാക്സൺ ആ ലേബലിലെത്തി പുള്ളി ആ ഫേമസ് ആവുന്ന ഏരിയ വരെ ആയിരിക്കും. ഇപ്പൊ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല ഇതിനകത്ത്. വേറൊരു
ഏരിയാസും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആയിരിക്കും തോന്നുന്നു ഒരു അൺസക്സസ്ഫുൾ അല്ലായിരുന്നു, വിവാദം ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. സക്സസ്ഫുൾ എന്നാണ്. അല്ല അത് വീണ്ടും സക്സസ്ഫുൾ ആണ്, പക്ഷെ ഇത് ഏതോ ഒരു പോയിന്റ് നിൽക്കുമെന്ന് തോന്നി പടം. സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ ഭയങ്കര ഏതെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടാവും, എന്താ പ്രശ്നം ഉണ്ടാവും, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ആ ഒരു വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടുന്ന ആ ഒരു പോയിന്റിൽ പടം നിർത്തി വരിക, അങ്ങനെയൊക്കെ ആയിരിക്കണം യൂഷ്വലി. അച്ഛനുമായിട്ടുള്ള ചെറിയ അച്ഛനുമായിട്ടാണ് കോൺഫ്ലിക്റ്റിനകത്ത്, ഡാഡി ഇഷ്യൂ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പടം വരട്ടെ. പടം എന്നാ റിലീസ് ചെയ്യട്ടാ? റിലീസ് വല്ല വെച്ചിട്ടുണ്ടോ? കണ്ടില്ല. പിന്നെ നമ്മുടെ ഇൻഫർമേഷൻ മാൻ ഉണ്ടല്ലോ, താഴെ ഇപ്പോൾ ഒരു പാരഗ്രാഫ് ഇടും. അതെ, നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അവൻ്റെ പേര് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ട്, കാര്യം അവന് കറക്റ്റ് പേരായിട്ടല്ല കൊടുക്കുന്നത്. അതെ, നിന്നോട് തന്നെയാണ് പറയുന്നത്. മനസ്സിലാവും, നമുക്ക് അറിയാത്ത എല്ലാ വിഷയങ്ങളും പറ്റി സംസാരിക്കുന്ന, എല്ലാ വിഷയങ്ങളെ പറ്റി അറിയാത്ത ഒരു ഇൻസൈഡർ ഉണ്ട് അവൻ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ വിഷയങ്ങളെ പറ്റി അറിയാത്ത ഒരാള്. നൈസ് മാൻ ഉണ്ട്, അതുപോലെ നൈസ് ഗൈ ഉണ്ട്, അതുപോലെ ഈ എല്ലാ വിവരങ്ങളും അറിയാവുന്നതാണ്. അവനാണ് നമ്മുടെ ചാനലിൽ വന്നിട്ട് എല്ലാ ഇൻഫർമേഷൻസും ലാസ്റ്റ് കമന്റിൽ പറഞ്ഞിട്ട് പോകുന്നത്. നമ്മളെന്തെങ്കിലും പണ്ടത്തരം പറഞ്ഞാൽ തിരുത്തുകയും എല്ലാം ചെയ്യുന്ന ആളാണ് ഈ നൈസ് ഗായ് വിശാലട്ടന്റെ ഫേക്ക് അക്കൗണ്ടാ? അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയാറ്. ഫേക്ക് ഇല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു പടത്തിന്റെ ട്രെയിലർ റിയാക്ഷൻ ഉണ്ട്.